അപ്പൊ ആ പെൺകുട്ടിയുടെ പേര് പഞ്ചമി. ആ പെൺകുട്ടിയെ കൊണ്ട് സ്കൂളിലെത്തിയതിനെ പള്ളിക്കൂടം തീ വെച്ചു. കാരണം ആയുധമല്ലേ. സമാന സംഭവമാ പൂവത്തൂര് നടന്നത്. വലിയ ഉണർവ് നടന്ന സ്ഥലമാ. PM ഫിലിപ്പിന്റെ പിതാവ് പൊടിമല മത്താച്ചന്റെ ഒക്കെ സ്ഥലമാ പൂവത്തൂര്. അവിടെ സമാന സംഭവം നടന്നു. പള്ളിക്കൂടത്തിന് തീ വെച്ചു. തേവൻ എന്ന് പറയുന്ന ഒരു പയ്യനെ കൊണ്ട് സ്കൂളിലെത്തി. ടി തേവൻ പള്ളിക്കൂടം കത്തിച്ചു. പിന്നെ അദ്ദേഹത്തെ ആ പയ്യനെ സരസകവി മൂലൂര് പത്മനാഭ പണിക്കരെ ചേർത്തണച്ച് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് അദ്ദേഹം പ്രഗത്ഭനായി. പിൽക്കാലത്ത് കേശവശാസ്ത്രി എന്ന പേരിനാൽ അദ്ദേഹം അറിയപ്പെട്ടു. അപ്പോൾ പള്ളിക്കൂടത്തിൽ കയറ്റുകയില്ലായിരുന്നു. അപ്പൊ പള്ളിക്കൂടത്തിൽ കയറാനും 2 അക്ഷരം കൂട്ടി വായിക്കാനും വിദ്യ അഭ്യസിക്കാനും ഒക്കെ ഇടയായത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ആണെന്ന് 2 അക്ഷരമൊക്കെ പറയാനിടയായത് സുവിശേഷം. ഞാനെപ്പോഴും പറയാണ്ട് 2 ഇംഗ്ലീഷൊക്കെ പറയാൻ വന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. പള്ളിക്കൂടത്തിൽ കയറാത്ത അമ്മ ഇരുന്ന് ഗ്ലോറി എന്നാ പറയാന്ന് അല്ലേ. എഴുതിത്തരാൻ പറഞ്ഞ അമ്മ കോഴി എന്നാലും വെച്ച് അലക്കുക കുറി. നേരത്തെ നിന്നെടുത്ത് നിന്നാ ഗ്ലോറി വല്ലതും പറയാൻ പറ്റുമോ? ഒന്നും ഒക്കത്തില്ല. അമ്മ ഗ്ലോറി പറഞ്ഞപ്പം അപ്പുറം ഒരു അമ്മ പ്രൈസ് ദ ലോർഡ് നോക്കുക. ഉടനെ അപ്പുറം ഇന്ന് വിക്ടറി. ഇത് എഴുതാൻ അറിയാൻ മേല, എന്നാലും കയറി അടിക്കുക വിക്ടറി. വേറൊരു അമ്മ ഇന്നാൾ പറഞ്ഞു റൈറ്റ് നൗ. ഇതെന്നാന്ന് പോലും തളയ്ക്ക് അടിച്ചു മിന്നുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 2 അക്ഷരം കൂട്ടി വായിക്കാനും പറയാനും ഒക്കെ ഇടയായത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എല്ലായിടങ്ങളിലും ഉയർത്തുവാൻ, പുകഴ്ത്തുവാൻ, പറയുവാൻ, ഘോഷിപ്പാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ആരോടും പറയാ, എവിടെയും പറയാ, ഏത് സദസ്സിലും പറയാ, ആർക്കും ബുദ്ധിമുട്ട് വരികയില്ല. അതാ സുവിശേഷം. പറയാൻ കൊള്ളാവുന്നതും സുവിശേഷമാണ്. മറ്റു വിശേഷം ഒന്നും പറയാൻ കൊള്ളുക. നല്ല വാർത്ത ഇതല്ലേ സുവിശേഷം, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്. നല്ല വാർത്തയാണ്. കേൾക്കുന്നത് തന്നെ ഒരു സുഖമാണ്. മറ്റു വാർത്തകളെല്ലാം കേട്ടാൽ നമുക്ക് പിന്നെയും ദുഃഖം കൂടുക, മനോസുഖം നഷ്ടപ്പെടുക. പക്ഷെ സുവിശേഷം കേൾക്കുന്നതോറും സന്തോഷമാണ്. അതിലെ തിരുവെഴുത്തുകളെ തെളിയിച്ചുകൊണ്ടപ്പോൾ ഉള്ളം കത്തിക്കൊണ്ടിരുന്നെന്ന. ഇത് കേൾക്കുന്നതോറും കത്തലുണ്ടാകും. നമുക്ക് വലിയ കത്തലൊന്നുമില്ല, എന്നാലും ഇതങ്ങനെ കത്ത് വന്ന. നിങ്ങളിപ്പോൾ പറയാം ഞങ്ങൾ മിനിഞ്ഞാന്നൊക്കെ നന്നായിട്ട് കത്തിയതാ. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും കൊള്ളാം. ഇത് കേൾക്കുന്നതോറും സന്തോഷമാ സുവിശേഷം. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. ഇനി ഓടിച്ചു പോകാം. സുവിശേഷം വന്നതല്ലേ വ്യത്യാസം വന്നത്. ഞാൻ എപ്പോഴും പറയും, പണ്ട് കാലത്ത് അയിത്തമുള്ള കാലമാ. റോഡേ നടക്കാൻ മേല, പട്ടിക്കും പന്നിക്കും ഒക്കെ നടക്കാം, മനുഷ്യന് നടക്കാൻ മേല. അടി തരും ഇത്ര അകലം ദൂരം നടക്കണമെന്ന ആണെന്ന്. പക്ഷെ അതിനെല്ലാം മാറ്റം വന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. വീറും വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കാൻ, ഇതുപോലെ വെള്ള തുണിയൊക്കെ ധരിക്കാനിടയായത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അതെ, അമ്മമാർക്ക് മറയ്ക്കാനൊക്കത്തില്ലായിരുന്നു. ചാനാർലകളെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം വിവരിക്കണ്ട, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. കല്ലുമാല സമരം, ആഭരണം ഒന്നും ധരിക്കാനൊക്കത്തില്ല. അതിപ്പം അത് എനിക്ക് വന്നത് പോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. അതുകൊണ്ട് കല്ലുകൊണ്ട് മാല. പിന്നെ വരിക്കപ്പിള്ളാവിൻ്റെ ഇതുണ്ട്, ചക്കയുടെ ചൊട്ട, അത് ഉണങ്ങി വീഴുമ്പോൾ അത് പഴയ അമ്മമാര്, അത് നിങ്ങൾക്ക് അറിയത്തില്ല. വരിക്കപ്പിള്ളാവിൻ്റെ ഈ ഇത് ചക്കയുടെ ആദ്യം ഉണ്ടാകുന്ന അതിനെ സണിച്ചാ പറഞ്ഞേ. അറിയല്ല, വേറൊരു പദമുണ്ട്. അല്ലല്ല, വേറൊരു പദമുണ്ട്. പോട്ടെ. അപ്പൊ അത് ഇങ്ങനെ ഇരിക്കും. ഉണങ്ങി കഴിയുമ്പം അത് കാത് തുളച്ച് അതിലിടും. ആഭരണം ധരിക്കാനൊക്കത്തില്ല.
അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നെന്ന്. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനൊക്കത്തില്ല. ചരിത്രമൊന്നും ഞാൻ അധികം പറയുന്നില്ല. ഒരമ്മ ബ്ലൗസ് ധരിക്കാൻ റൗക്ക എന്നാ പറയുന്നത്. റൗക്ക ധരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇട്ടോണ്ട് വെളിയിലിറങ്ങാൻ മേല. തമ്പുരാക്കന്മാർ കണ്ടിക്കും. ഭർത്താവ് വന്നപ്പോൾ ആഗ്രഹം പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു വെളിയിലിറങ്ങരുത്. ഭർത്താവിൻ്റെ അമ്മയും പറഞ്ഞു വെളിയിലിറങ്ങരുത്. ഒരു കാര്യം ചെയ്ത് അത് ഇട്ടോണ്ട് മുറിക്കകത്തൂടെ അങ്ങോട്ട് കൊണ്ട് നടന്നോളാൻ. നമുക്ക് ശരിയായിട്ട് തോന്നും, പക്ഷെ അങ്ങനെ അനുഭവിച്ചവരുണ്ട്. മാടോട് ചേർത്ത് മനുഷ്യനെയും വെച്ച് ആ കണ്ട ഉഴുതുകൊണ്ടിരുന്നത്. അടിമ ചന്തകളുണ്ടായിരുന്നു. മല്ലപ്പള്ളിക്കടുത്തൊരു സ്ഥലമുണ്ട്, വെട്ടുകണ്ടം. എതിർത്താൽ അന്നേരം വെട്ടിക്കൊല്ലുക, ആരും ചോദിക്കാനില്ല. അങ്ങനത്തെ ഭരണമല്ലേ. റോഡേ നടക്കാനൊക്കത്തില്ല, ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല. കൂലി ചോദിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലാനൊന്നും ഒക്കത്തില്ല. എന്നിട്ട് പഴയ പാട്ടുകാരൊക്കെ ഒരു പാട്ടെടുത്തി, ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുമതും ശരിയോ തെറ്റോ. ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാൽ ഉടനെ പോകണമെന്നോതുമതും ശരിയോ തെറ്റോ. ഇത് ശരിയോ തെറ്റോ. അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു. മാത്രമല്ല തമ്പുരാക്കന്മാരെയൊക്കെ ചുമന്നുകൊണ്ട് പോകണം. ഒന്നിനും നടക്കാൻ വയ്യ, എല്ലാത്തിനും ചുമക്കണം. അതിന് ആൾക്കാരെ അങ്ങ് നിർത്തിയിരിക്കുക, അത് ചുമന്നുകൊണ്ട് അങ്ങ് പോവുക. അതുങ്ങളവിടെ ഇതിനകത്ത് ഇങ്ങനെ അങ്ങ് സൂചിച്ച് കിടക്കുക, ചുമന്ന് ഊപ്പാട് വരിക. പാട്ടെല്ലാം വരുന്നുണ്ട്. എനിക്ക് ഇവർ കുഴപ്പമില്ലെങ്കിൽ എൻ്റെ പാട്ടിന് പറ്റുകയല്ല. അതുകൊണ്ടാണ്. അവർ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പാടുന്നുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് കേട്ട് നന്നായിട്ട്, പക്ഷേ നമ്മുടെ തന്നെ പറ്റുകയല്ല. അതുകൊണ്ടാണ്. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്നേ. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്നേ. മണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പെറ്റ മണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്ന്. അവൻ മണിമഞ്ചം ചുമന്ന് തണ്ടുവൊക്കെ വലിച്ചേ. ജോലി ചെയ്താൽ കൂലിയും കൊടുക്കുകയില്ല. കൂലി ചോദിച്ച് അങ്ങോട്ടും ചെല്ലാനും ഒക്കുകയില്ല. മുറ്റത്ത് തന്നെ കയറ്റുകയില്ല. അഥവാ കയറ്റിയാൽ തന്നെ ഭക്ഷണം ഒന്നും എല്ലാവരും കൊടുക്കില്ല. കൊടുത്താൽ തന്നെ ദൂരെ കുഴി കുത്തി ആ കുഴിക്കകത്ത് ഇലയൊക്കെ കോട്ടി അങ്ങനെയൊക്കെയാ കൊടുക്കുന്നത്. വലിയ ആയുധമുള്ള കാലമാണ് ഇത്. ഇപ്പൊ പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകുകയില്ല. ഇതൊക്കെ അനുഭവിച്ച ഒരു തലമുറയുണ്ടായിരുന്നു. വളരെ മനോവേദനയോടെ ജീവിച്ചവരുണ്ട്. ആട്ടെ, ആ ഭാഗത്തേക്കൊന്നും ഞാൻ അധികം പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. CSIയിലെ സാൽവേഷൻ ആർമിയിലെ അനേകം മിശ്രതിമാര് ഈ നാട്ടിൽ വന്ന് ആമേ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച് അധസ്ഥിതരാകുന്ന അധകൃതരാകുന്ന താഴെ കിടക്കുന്ന ആൾക്കാരെ സ്നേഹിച്ച് സഹകരിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ചെയ്ത് അക്ഷരം പഠിപ്പിച്ച് വിദ്യ അഭ്യസിക്കുവാൻ ഇടമുണ്ടാക്കി അതിന് കാര്യങ്ങളെല്ലാം ഒരുക്കി അവർക്ക് എൻ്റെ ഭാഷയിൽ അങ്ങ് പറയാ സോപ്പും സൂപ്പും സാൽവേഷനും ഒക്കെ കൊടുത്ത് അവരെ രക്ഷയുടെ മാർഗത്തിലേക്ക് നടത്തി. അതാ സുവിശേഷം. അതുകൊണ്ട് എവിടെയും പറയുവാൻ, ഉയർത്തുവാൻ, ഘോഷിപ്പാൻ പറ്റിയ ഒന്ന് അത് സുവിശേഷമാണ്. ആട്ടെ, ആ ഭാഗത്തേക്ക് ഇനി അധികം പോകുന്നില്ല. എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. തീത്തോസ് 2:11 എല്ലാവർക്കും മനപാഠമായ വാക്യമാ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. സകല മനുഷ്യർക്കും രക്ഷയ്ക്കുള്ളതാ സുവിശേഷം. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, നസറയനാകുന്ന യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു വഴി, നസറായനാകുന്ന യേശു ക്രിസ്തു. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? 49 സങ്കീർത്തനം 1 വാക്യം, അറിവുള്ള വാക്യം. ആരാ സുവിശേഷം കേൾക്കട്ടെ?
സകല ജാതികളുമായുള്ളവരെ സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. ഇത് കേൾക്കണം, ഇത് കേൾക്കണം. ഇപ്പൊ ഷൂപാസ്റ്ററെ കൊണ്ടുവന്നത് ഗുണമായില്ലേ, ഞാൻ കുഴഞ്ഞേനമായിരുന്നു. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. എന്തോ കേൾക്കണം? സുവിശേഷം കേൾക്കണം. ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുണ്ടേ ഉൾക്കൊണ്ടാ മതി. പക്ഷെ ഇത് കേൾക്കണം. ഇത് കേൾക്കാൻ പറ്റുന്നതാ, ഇത് കേൾക്കേണ്ട വാർത്തയാ. സകല ജാതികളും ഇത് കേൾക്കണം. സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്നാ? ലൂക്കോസ് 2:10 കേട്ടാലുള്ള ഗുണം. സുവിശേഷം കേട്ടാലുള്ള ഗുണം 2:10 ലൂക്കോസ്. ദൂതരവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. സുവിശേഷം കേട്ടാൽ മഹാസന്തോഷം ഉണ്ടാകും. ദൈവത്തിന് മകത്ത് അതാ സുവിശേഷം. നിരാശ മാറും, മനോവേദന മാറിക്കിട്ടും. ജീവിതത്തിൽ തകർച്ചയും മനോദുഃഖത്തോടെ നിരാശയുടെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ നിനക്ക് അവൻ സന്തോഷം തരുവാൻ പറ്റുന്ന ഒരേ ഒരു വഴി മാർഗം സുവിശേഷമാണ്. ആ സന്തോഷം സങ്കീർത്തനക്കാരൻ പാടുക, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം എൻ്റെ ഹൃദയത്തിൽ. ദൈവത്തിന് മഹത്വം. ഓശാനുകളിൽ ചിലപ്പോൾ കന്നുകാലി കണ്ടെന്ന് വരികയില്ല, അത്തിപൂത്തെന്നോ മുന്തിരിയിൽ ഫലമൊന്നും കണ്ടെന്ന് വരികയില്ല. പക്ഷേ അവൻ യഹോവയിൽ ആനന്ദിക്കും. ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ, അത് സുവിശേഷത്താൽ മാത്രമാണ് ലഭിക്കുന്നത്. മദ്യമോ മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഒന്നും ആ വിധത്തിലൊരു സന്തോഷം തരത്തില്ല. നിത്യസന്തോഷം തരുന്ന ഒരേ ഒരു മാർഗം അത് സുവിശേഷമാണ്. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, 1/2 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട. അരി കൊടുക്കണ്ട, തേങ്ങ കൊടുക്കണ്ട, ഏത്തക്കൊല കൊടുക്കണ്ട, പൂവൻകൊല കൊടുക്കണ്ട, പടറ്റി കൊടുക്കണ്ട, കണ്ണം കൊടുക്കണ്ട, കാളി കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. വസ്തു എഴുതി കൊടുക്കണ്ട, സ്വോത്രകാഴ്ച ഇടണ്ട. ഇവിടെ പിന്നിടുന്നത് ഇച്ചിരി പരുവക്കേടായതുകൊണ്ടാണ്, അത് സന്തോഷം ഉണ്ടാകാനല്ല. ചിലത് ഇട്ടേച്ച് അങ്ങ് ദുഃഖിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്, കൈവിട്ട് പോയല്ലോ എന്ന്. അത് വേറെ കേസ്. ഇത് 5 പൈസ കൊടുക്കണ്ട യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ. തിരുമുൽക്കാഴ്ച ഒന്നും കൊണ്ട് വെക്കുകയും വേണ്ട. മതങ്ങൾ പഠിപ്പിക്കുന്നത് അത് കൊണ്ടുവാ, ഇത് കൊണ്ടുവാ, അത് കൊണ്ടുവാ, ഇത് കൊണ്ടുവാ. മതങ്ങളെല്ലാം അതാ പഠിപ്പിക്കുന്നത്. അത് കൊണ്ടുവാ, ഇത് എല്ലാം കൊണ്ടുവാ. മനുഷ്യൻ കിടന്ന് പരക്കം പായ കൊണ്ടിയല്ല. നാളൊരു സഹോദരി പറഞ്ഞു, അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്താ ഞാൻ കൊണ്ടുവന്നെന്ന്. അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്താ ഞാൻ കൊണ്ടുപോവാന്നല്ലേ പറഞ്ഞേ. അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്താ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയെന്ന് പെണ്ണുങ്ങൾ എന്നെ വെച്ചേക്കുകയല്ലെന്ന്. നീ അയൽക്കൂട്ടത്തിൽ നിന്ന് എടുക്കണ്ട, ബാങ്കിൽ നിന്ന് ഒന്നും എടുക്കണ്ട, അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് ഒന്നും. മനസ്സിലായില്ല? അണ്ണാച്ചി രാവിലെ വരിക, എന്നെ പറയാ ഞാനില്ലെന്ന് അണ്ണാച്ചിയോട് പറഞ്ഞേക്കാൻ. ഒന്നും വേണ്ട, 1 രൂപ പോലും നീ കൊടുക്കണ്ട. ഇരിക്കുന്ന കിടത്ത്, കേൾക്കുന്ന കിടത്തിരുന്ന് ഒരൊറ്റ വാക്ക് പറ, എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എൻ്റെ പാപത്തെ മോചിക്കണം, എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം. അപ്പൊ സുവിശേഷം കേട്ടാൽ സന്തോഷമാണ്, സമാധാനമാണ്. കാരണം ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. ഒരു കാലത്ത് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ സ്തോത്രം വിരഞ്ഞോടിയവരായി ഇതിനകത്തിരിക്കുന്ന പലരും ഇപ്പൊ താണ്ട ശാന്തമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്നതിന്റെ കാരണം എന്നാ? സുവിശേഷം വന്നതുകൊണ്ടാണ്. ബുദ്ധിമുട്ടില്ലെന്നല്ല, ഞെരുക്കമില്ലെന്നല്ല, കടഭാരമൊന്നുമില്ലെന്നുള്ളതല്ല. ബുദ്ധിമുട്ടുകളും ഞെരുക്കമൊക്കെ ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും ഉണ്ട്. പഴമക്കാർ പറഞ്ഞ പോലെ ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ശാന്തമായിട്ടും സൗമ്യമായിട്ടും ഇരിക്കുന്നതിൻ്റെ കാര്യം സുവിശേഷം വന്നതുകൊണ്ടാണ്. ഇങ്ങോട്ട് വരാൻ ബൈക്കിൽ പെട്രോൾ പോലും കാണുകയില്ല, 3 പ്രാവശ്യം ചരിച്ചിട്ടാണ് അടിച്ചത്. എന്നാലും വന്നിരിക്കുന്ന കണ്ടാൽ ഫുൾ ടാങ്ക് പെട്രോൾ ഉള്ളത് പോലെ. അതെ, അതാ സുവിശേഷം ഇല്ലേ? പറ, നിങ്ങൾ പറ. ഫുൾ ടാങ്ക് ഇരിക്കും പോലല്ലേ? അതാ സുവിശേഷം. ദൈവത്തിന്റെ മഹത്വം. ആ വളവൊക്കെ വീശി എടുത്തുകൊണ്ട് പോകുന്ന കണ്ടാ തോന്നും. ദൈവത്തിന് മഹത്വം. അതായത് സന്തോഷം.
ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് ലോകക്കാർക്കുണ്ടായതിലധികം സന്തോഷം. അതുകൊണ്ടല്ലേ നമ്മളെ കണ്ടാൽ എന്തെങ്കിലും കുഴപ്പം പറയുമോ? പിന്നെ എന്തേലും പറയുമോ? സ്തോത്രം. എല്ലാം ഉള്ളവരെ പോലെ പൗലോസ് അങ്ങനെ പറഞ്ഞ്, ഒന്നുമില്ലേലും ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ. അങ്ങനെ വേണം ദയ്യ മക്കൾ. ചുമ്മാ കരഞ്ഞും കൂവിയൊന്നും നടക്കരുത്. അപ്പോൾ എപ്പോൾ നോക്കിയാലും കരഞ്ഞും കൂവിയൊന്നും നടക്കരുത്. അല്ല, കോവൂരെ കുഞ്ഞോളച്ച മാറുമ്പോൾ തടിപ്പുറത്തെ വെടി പോലെ നിന്നോണം. സ്തോത്രം. മറ്റുള്ളവരെ മനസ്സിലാക്കണം, അവരറിയാത്തൊരു ഉപനിധി നമുക്കുണ്ട്. സ്തോത്രം. പൊന്നിലും തങ്കത്തിലും വിലയേറിയത്, ആരും അപഹരിച്ചെടുക്കാത്തത്, ആരും കവർന്നെടുക്കാത്തത്, അതാണ് നമ്മുടെ ഉള്ളത്തിലുള്ളത്. നസറയനാകുന്ന യേശു. നീ ആകാൻ നീയാം തീയിൽ ഊതി കഴിച്ച മതിയാ നീ നദിക ധനിയാക നിധിയാം തീയിൽ ഊതി കഴിച്ച പൊന്മതിയാ പൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമാന്തനികൻ ഇല്ലറിയാം. എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ, ഭൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമാന്തനികൻ യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അപ്പോൾ സുവിശേഷം നിനക്ക് സന്തോഷം തരുന്നതാ. ഞാൻ ബാക്കി കാര്യം ആ ഭാഗത്ത് നിന്ന് പറയുന്നില്ല. സുവിശേഷത്താൽ സംഭവിക്കുന്ന പല കാര്യമുണ്ട്. ശരിയായി സുവിശേഷം പറഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമുണ്ട്. പലരും ശരിയായിട്ട് സുവിശേഷം പറയുന്നില്ല. എല്ലാം ഒരു പൊത്തുപരുത്തത്തിൽ പോവുക. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ പലതും സംഭവിക്കണമല്ലോ. ശരിയായി സുവിശേഷം പറഞ്ഞാൽ മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ അതാ മാനസാന്തരപ്പെട്ട് എന്തുവാ ഈ മാനസാന്തരം? മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ തിരിച്ചു വരവാ. തിരിഞ്ഞു വരണം. നേരത്തെ പോയതുപോലെ അങ്ങനെ പോകരുത്, തിരിഞ്ഞു വരണം. അപ്പോസ്തലപ്രവൃത്തി 8:21 പഠിക്കുമ്പോൾ വഷളത്തം വിടുക, അതാ മാനസാന്തരം. നീ വഷളത്തം വിട്ട് മാനസാന്തരപ്പെട്ട്, അങ്ങനെ വഷളത്തം വിടണം, അതാ മാനസാന്തരം. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകും. രണ്ട്, ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. ഷണ്ണനും പീലിപ്പോസും കൂടെ തേരയിൽ യാത്ര ചെയ്യുക. ഷണ്ണൻ യെശയ്യാ പ്രവചനം വായിച്ചുകൊണ്ടിരിക്കുക. പീലിപ്പോസിനെ ദൈവാത്മാവ് നടത്തി, ചേർന്ന് നടന്നു, തേരി കയറി നോക്കിയപ്പോൾ വായിച്ചോണ്ടിരിക്കുക. എന്തുവാ വായിക്കുന്നത്? ഞാൻ തിരുവെടുത്ത ഏത് ഭാഗമാ? യെശയ്യാ പ്രവചനം. ഗ്രഹിക്കുന്നുണ്ടോ? ഈ ഒരുത്തം പൊരുൾ തിരിച്ചു തരാൻ ഞാൻ ഉടനെ ഇരുന്ന് പൊരുൾ തിരിച്ചു കൊടുത്തു. പൊരുളെ തിരിക്കാവൂ. വേറൊന്നും പറഞ്ഞവനെ നമ്മൾ പൊരുൾ തിരിക്കുന്നില്ല, അല്ല കുരുക്ക് പറഞ്ഞവനെ. ഇപ്പൊ ഈ സെന്ററിലാന്ന് ഇവിടെ നിന്നിട്ട് വലിയ ഗുണമൊന്നും ഇല്ല, തിരിച്ചു വിടും നമ്മൾ. അങ്ങനല്ല, പൊരുള് തിരിച്ചു കൊടുത്തു. പൊരുളൊക്കെ തിരിച്ച് അവിടെ വായിക്കുന്നത് ഈ തിരുവഴുത്തിനെ ആധാരമാക്കി സുവിശേഷം പറഞ്ഞ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ ഈ തിരുവഴുത്തിനെ ആധാരമാക്കി സുവിശേഷം. അപ്പൊ തിരുവഴുത്തിനെ ആധാരമാക്കി ഷണ്ണനോട് പീലിപ്പോസ് ഉപദേശി സുവിശേഷം പറഞ്ഞിങ്ങനെ പോകുമ്പം വെള്ളമുള്ള സ്ഥലം സുവിശേഷം കേട്ട ഷണ്ണൻ പറഞ്ഞു, വെള്ളം അതിനെ ദാഹിക്കുന്നു? അല്ലല്ല, സ്നാനപ്പെടണം. അപ്പോൾ ശരിക്കും സുവിശേഷം പറഞ്ഞാൽ സ്നാനമുണ്ട്. ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനപ്പെടും. കേട്ടില്ലല്ലോ ഇതുവരെ ശരിക്കും. അതുകൊണ്ടല്ലേ മുങ്ങാതിങ്ങനെ ആടിനെ ഇറക്കും പോലെ നിൽക്കണം.
നിങ്ങൾ ആടിനെ വളർത്തിയിട്ടുള്ളവരെ നോക്കിയാൽ ചെറിയ തോടിൻ്റെ അവിടെ കൊണ്ട് ആടിനെ ഒന്ന് വലിച്ച് ആടിങ്ങനെ ഇല്ലേ? ഓ, നിങ്ങളെല്ലാം കുതിര വളർത്തുന്നവരാ. പിന്നെ ആടിനെ ആരും വളർത്തിട്ട് എല്ലാം കുതിരക്കാരാ. ആയിക്കോട്ടെ. ശരിയായി സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. അതാ ഷണ്ണൻ പീലി പോസോട് പറഞ്ഞത് വെള്ളം വെള്ളം വെള്ളം. അതിനെന്നാ സ്നാനപ്പെടണം. വിശ്വസിക്കുന്നു എങ്കിലാകാം. അപ്പൊ ശരിക്കും സുവിശേഷം പറഞ്ഞാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകും, 2 സ്നാനം നടക്കണം, 3 ശരിക്കും സുവിശേഷം കേട്ടാൽ പറഞ്ഞാൽ കേൾക്കുന്നവർ അഭിഷേകം പ്രാപിക്കും. ആ 10:44 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 10:44. പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്നപ്പോൾ സുവിശേഷം പറഞ്ഞല്ലോ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. മിണ്ടാതെ മൃഗലിക്കാതെ ഇരുന്നല്ല, അവർ അന്യഭാഷ. നിർത്തിക്കേ. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് ചിങ്ങനെ, അങ്ങനെയാണോ? എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് എല്ലാവരും നിരന്ന് നിന്നു. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു, അനങ്ങാതിരുന്നു. അങ്ങനെയാണോ? ഓ, ഞങ്ങൾക്കൊരു കൊച്ചായനുണ്ട്. അപ്പൊ അദ്ദേഹം ഒരിക്കലും നല്ല ആരാധന നടന്നുകൊണ്ടിരിക്കുക, എല്ലാവരും ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുക. പുള്ളി മാത്രം ഇങ്ങനെ അനങ്ങാതെ നിന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. പുള്ളി അനങ്ങാതെ ഇങ്ങനെ നിൽക്കുക. ന്യായമേണ്ടി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പം പുള്ളി അനങ്ങുന്നില്ലേക്ക്. ഈ ആരാധനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാനും ഉണ്ട്. അപ്പം രായമ ആൻറ്റി കൊച്ചാനോട് പറഞ്ഞു, എന്നാലും എൻ്റെ പാപ്പ എല്ലാവരും ആത്മാവ് നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടും, നിങ്ങൾ മാത്രം ഇങ്ങനെ അനങ്ങാതെ. പുള്ളി വലിയ രസികനാണ്. ഉടനെ പുള്ളി പറഞ്ഞ്, രാജമ്മേ, ദൈവത്തിൻ്റെ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരിൽ ഇറങ്ങിയിട്ട് എനിക്ക് ഒരു അനങ്ങാൻ പോലും മേല. എങ്ങനെയുണ്ട് പുള്ളിയുടെ വ്യാഖ്യാനം? ദൈവത്തിൻ്റെ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരത്തിൽ ഇറങ്ങിയിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നു. എന്നാ പോട്ടെ, എന്തായാലും പറയാന്ന് വെച്ചിട്ടൊരു അക്ഷരം മിണ്ട. നിങ്ങൾക്ക് അത്രയും കുഴപ്പമില്ലായിരുന്നല്ലോ. പുള്ളിയുടെ വ്യാഖ്യാനമാണ്. ഇന്നലെ ഞാൻ പുള്ളിയെ കണ്ടു. അപ്പൊ ശ്രദ്ധിക്കുക, ശരിയായി സുവിശേഷം കേട്ടാൽ ആത്മസ്നാനത്താൽ നിറഞ്ഞ് നീ ദൈവത്തെ മഹത്വപ്പെടുത്തും. പത്രോസ് ഈ വാക്കുകളെ വായിച്ചേ. 44. പത്രോസ് ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. എല്ലാവരുടെ മേലും. ഒരു വിഭാഗക്കാർക്ക് വന്നെന്നല്ല, ഒരു ഏരിയയായി മാത്രം വന്നെന്നല്ല, മുന്നിരിക്കുന്നവർക്ക് മാത്രം, പുറകിൽ അല്ലല്ല, എല്ലാവരുടെ മേലും വന്നു. വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ. അപ്പൊ കേൾക്കാനുള്ളതാ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് വരുമ്പോഴേ പറയുമ്പോ കേൾക്കണം ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശരിയായി സുവിശേഷം പറഞ്ഞാൽ 1 മാനസാന്തരം നടക്കും, 2 സ്നാനം നടക്കും, 3 പരിശുദ്ധാത്മ സ്നാനവും നടക്കും. അന്യഭാഷ ഇല്ലെന്നൊക്കെ ചിലർ പറയുന്നു, നിന്നെന്ന് ചിലർ പറയുന്നു. നമ്മുടെ ഇടയിലും ചിലർക്ക് വിശ്വാസമില്ല. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പിന്നെ വന്നിരിക്കുന്നേ ഉള്ളൂ. സഭയുടെ ആരംഭം മുതൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ തുടങ്ങിയതാ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാനാ. ഇവന് വലിയ വിശ്വാസമൊന്നുമില്ല. ഞായറാഴ്ച വന്ന് കുട്ടിക്കുറുക്കൻ ഇരിക്കുമ്പോൾ ഇരിക്കുന്നതെന്നല്ലാതെ വലിയ വിശ്വാസമൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു കാര്യം പറയാം, ശരിക്കും സുവിശേഷം കേട്ടാൽ ആത്മസ്നാനത്താൽ നിറഞ്ഞ അന്യഭാഷയ്ക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇത് ആരുടെയും കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കൂടപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ശരിയായി സുവിശേഷം കേട്ടാൽ അടുത്തത് വേർപാടുണ്ടാകും, വേർപാട് പാലിക്കും. 2:40 അപ്പോസ്തല പ്രവൃത്തി 2:40 അറിവുള്ള വാക്യമാ, എങ്കിലും വായിച്ചു. 2:40 ആയിരം. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു.
ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കണം. വക്രതയുള്ള തലമുറയാ, മുഴുവൻ വക്രതയല്ലേ. നേരിനും നീതിക്കും ന്യായത്തിനും ഒക്കെ ആരേലും ഇടപെടുന്നത് മുഴുവൻ വക്രതയല്ലേ. ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ ദൈവമക്കൾ വേർപാട് പാലിക്കണം.